അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം നബവിയുടെ വിശ്വവിഖ്യാതമായ റിയാദുസ് സാലിഹീനിൽ ശേഖരിക്കപ്പെട്ട ഹദീസുകളിൽ നിന്ന് 471 ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ ഫഖാല കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ. ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂലു ഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ് വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാ വഖുദ് മിൻ സിഹ്ഹതിക ലിമർളിക വമിൻ ഹയാതിക ലിമൗതിക. റവാഹുൽ ബുഖാരി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അൻഹുമ എന്ന് പറയൽ ഇബിനും ബാപ്പയും അബും സഹാബികളാകുമ്പോഴാണല്ലോ. അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ തോളിൽ പിടിച്ചു, അഥവാ തോളിൽ കൈവച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കുൻ, നീ ആയിത്തീരണം, ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ, കഅന്നക, നീയാണെന്ന പോലെ, ഗരീബുൻ, ഒരു പരദേശി, ഔ അല്ലെങ്കിൽ ആബിറു സബീലിൻ, ഒരു വഴി മുറിച്ച് കടക്കുന്നവനെ പോലെ, അഥവാ വഴിയാത്രക്കാരനെ പോലെയോ ആകണം. ഇത് മനസ്സിലാക്കിയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂൽ ഇദാ അംസൈത, നിനക്ക് വൈകുന്നേരമായാൽ, ഫലാ തൻതളിരിസ് സബാഹ്, നീ പ്രഭാതത്തെ കാത്തിരിക്കരുത്. വഇദാ അസ്ബഹ്ത, നിനക്ക് നേരം വെളുത്താൽ, പ്രഭാതമായാൽ, ഫലാ തൻതളിരിൽ മസാ, നീ പ്രദോഷത്തെ, വൈകുന്നേരത്തെ കാത്തിരിക്കരുത്. വഖുദ്, നീ എടുക്കുക, മിൻ സിഹ്ഹതിക, നിൻ്റെ ആരോഗ്യത്തിൽ നിന്ന്, അഥവാ ആരോഗ്യമുള്ള കാലത്ത് നിന്ന്, ലിമർളിക, നീ രോഗിയായി കിടക്കുന്ന കാലത്തിലേക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിൻ്റെ രോഗത്തിലേക്ക് വേണ്ടത്. വമിൻ ഹയാത്തിക, നിൻ്റെ ഹയാത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നീ എടുക്കുക, അല്ലെങ്കിൽ കരസ്ഥമാക്കുക, ലിമൗതിക, നിൻ്റെ മരണത്തിന് വേണ്ടത്, അഥവാ മരണശേഷമുള്ള കാലത്തേക്ക് വേണ്ടത്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 2 വർത്തമാനങ്ങളുണ്ട് ഇതിൽ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനമാണ്. 2 ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ, നിവേദകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ വർത്തമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോളിൽ കൈവച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അടുപ്പിച്ച് പിടിക്കുന്നതിൻ്റെ, അടുപ്പം പുലർത്തുന്നതിൻ്റെ അടയാളമായിരുന്നു അതൊക്കെ. കുട്ടിയായിരുന്നല്ലോ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ പ്രായക്കാരനായിരുന്നു. 3 അബ്ദുല്ലമാരുണ്ട്. അൽ അബാദിലത്തു സാലിസ, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. 3 പണ്ഡിതന്മാരും നേതാക്കളുമായിരുന്നു. ആ കുട്ടിയുടെ, ചെറുപ്പക്കാരൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ്, ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ, ഒരു പരദേശി, നമുക്ക് വേഗം മനസ്സിലാകും, ഒരു പ്രവാസി. എന്നും അവിടെ നിൽക്കാൻ ചെന്നതല്ല, കുറച്ചു കാലം നിന്ന് നേടേണ്ട ചില കാര്യങ്ങളൊക്കെ നേടി തിരിച്ചു പോരേണ്ടവരാണ്. അങ്ങനെയാണല്ലോ പ്രവാസികൾ ജീവിക്കുക. പ്രത്യേകിച്ചും ഗൾഫിലെ പ്രവാസികൾ. അമേരിക്കയിലെ കാനഡയിലൊക്കെ പ്രവാസികൾക്ക് ചിലപ്പം വ്യത്യസ്തമായ നിലപാടുണ്ടാകാറുണ്ട്. എന്നാൽ ഗൾഫിലെ പ്രവാസികൾ വിസ തീർന്നതിൻ്റെ മുമ്പ് തന്നെ നേടേണ്ടതൊക്കെ നേടി
ആരോഗ്യം തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ജോലി സമ്പാദിക്കേണ്ടതൊക്കെ സമ്പാദിച്ച് തിരിച്ചു പോകണം എന്ന മനസ്സോടു കൂടിയാണ്. അല്ലാതെ എന്നും അവിടെ കൂടാം എന്ന വിചാരത്തിലല്ല പോയിരിക്കുന്നത്. അങ്ങനെയാകണം വിശ്വാസി. ദുനിയാവിൽ കുറച്ചു കാലത്തേക്ക് ഇവിടെ വന്നതാണ്, എന്നും ജീവിക്കുകയില്ല. അതുകൊണ്ട് കിട്ടാവുന്ന സമയം കൊണ്ട് നേടാവുന്നതൊക്കെ നേടണം എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ആബിറു സബീലിൻ, ഒരു നാട്ടുകാരനല്ല, അതുവഴി ഒരു വഴിപോക്കനെ പോലെ. വഴിപോക്കൻ അവൻ ഒരിടത്തുനിന്ന് പുറപ്പെട്ടതാണ്, മറ്റൊരിടത്ത് എത്തിച്ചേരാനുള്ളതാണ്. അതിൻ്റെ ഇടത്താവളമാണ്. ഇടത്താവളത്തിൽ സത്രങ്ങൾ, ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഉണ്ടല്ലോ, അവിടെ സ്ഥിരമായി തങ്ങുകയില്ല. അവിടെ താൽക്കാലികമായി എന്തോ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒന്നുകിൽ അല്പം വിശ്രമിക്കും, അല്ലെങ്കിൽ ആരെയോ കാത്തു നിൽക്കും, അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കും, ട്രെയിന് കാത്തു നിൽക്കും. അല്ലാതെ അവിടെ സ്ഥിരതാമസക്കാരാകാൻ വരികയില്ലല്ലോ. എന്നതുപോലെ വേണം സത്യവിശ്വാസിയുടെ ദുനിയാവിനോടുള്ള നിലപാട് എന്നാണ് പറഞ്ഞത്. അഥവാ ദുനിയാവിൽ സ്ഥിരമായി വാഴാൻ വന്നതല്ല, പകരം കിട്ടിയ സമയം കൊണ്ട് നേടാനുള്ളത് നേടി, ചെയ്യാനുള്ളത് ചെയ്ത് തിരിച്ചു പോകുന്നവൻ ഇതിലൂടെ അങ്ങ് പോകുകയാണ് എന്നർത്ഥം. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ്. എന്നിട്ട് കുറച്ചു കാലം ദുനിയാവിൽ വലക്കും ഫില്ലാർലി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹീൻ, നിശ്ചിത സമയത്തേക്ക് നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഉണ്ട് ദുനിയാവിൽ എന്നാണ്, ഭൂമിയിൽ എന്നാണല്ലോ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഖലീഫയായി നിശ്ചയിക്കുമ്പോൾ തന്നെ പറഞ്ഞത്. അതുണ്ടാവണം. എന്നിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ, അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളെ ഉപദേശിച്ചിരുന്ന കാര്യമാണ് പിന്നെ പറയുന്നത്. ഇങ്ങനെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ആയാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നേരം വെളുക്കും എന്ന് നീ പ്രതീക്ഷിക്കരുത്. അഥവാ ഇപ്പം ചെയ്യണ്ട, അത് പിന്നെ ചെയ്യാം, നാളെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. പകരം പരമാവധി സമയം ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. അതുപോലെ തന്നെ നേരം വെളുത്തു വൈകുന്നേരമാകുമെന്ന് ഉറപ്പിക്കരുത്. കഴിയില്ലല്ലോ. ഉറപ്പിക്കൽ പോയിട്ട് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം മുഴുവനാക്കുമോ എന്നുപോലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മനുഷ്യനുള്ളത്. നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ക്ലേശിക്കുന്നു മാനവർ എന്ന് കവി പറഞ്ഞിട്ടുണ്ടല്ലോ. കുമിളയാണ്, വെള്ളത്തിലെ കുമിള പോലെയാണ്, എപ്പോൾ പൊട്ടുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് നീട്ടിവെക്കരുത്. ഖുർആനിൽ അത് വസാരിയോ ഇല മഗ്ഫിറത്തിൻ വ ജന്നത്തിന് അർലുഹ സമാവാത്തു വല്ലർൽ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ഓടിച്ചെല്ലുവീൻ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു, നമസ്കാരം സ്വീകരിക്കാൻ പറഞ്ഞ കണ്ടീഷനിൽ ഒന്ന്, വലം എബിത്ത് മുസിറൻ അല മാസിയത്തി, എന്നോടുള്ള ധിക്കാരത്തിൽ രാപ്പാർക്കാത്തവനെന്നാണ്. ചെയ്തത് അബദ്ധമാണ്, കുറ്റമാണ് എന്നൊക്കെ മനസ്സിലായി. പക്ഷേ തൽക്കാലം നേരം വെളുക്കട്ടെ എന്നിട്ട് തിരുത്താം, ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നവൻ്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന്. എന്താ കാരണം? ഒരുറപ്പുമില്ലാത്ത കാര്യം അത് സംഭവിച്ചിട്ട് ഇത് പശ്ചാത്തപിക്കാം എന്ന് അവൻ കാത്തിരിക്കുകയാണ്. പിന്നെ അവൻ അള്ളാഹുവാണ് എനിക്ക് വലുത് എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണുള്ളത്? അതാണ് കാത്തിരിക്കാൻ കാരണം. വിശ്വാസി കിടക്കാൻ നേരത്ത് ചെല്ലുന്നത് തന്നെ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വഹയ എന്നാണ്. ഞാൻ മരിക്കുന്നു, ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് എന്ന് ബോധമുള്ള ആൾ പിന്നെ നേരം വെളുക്കട്ടെ എന്നോ അല്ലെങ്കിൽ വൈകുന്നേരമാകട്ടെ എന്നോ നാളെ ചെയ്യാമെന്നോ എന്നൊന്നും വിചാരിക്കുകയില്ലല്ലോ. അതാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് പ്രതീക്ഷിക്കരുത്. പിന്നെ ഖുദ് മിൻ സിഹത്തിക്ക അലി മറലിക്ക, ആരോഗ്യമില്ലാതെയായ കാലത്ത് വയ്യാതെയാകും. ആ കാലത്ത് ഉപകരിക്കേണ്ട കാര്യങ്ങൾ, അത് നന്മകളായാലും അമലുകളായാലും വിജ്ഞാനം സമ്പാദനമായാലും ഒക്കെ, അത് ആരോഗ്യമുള്ള കാലത്ത് ചെയ്തു വെക്കുക. രോഗകാലത്തേക്ക് വേണ്ടി രോഗം വന്നു, ഉദ്ദേശിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ ചെയ്യാമെന്ന് വെച്ചപ്പോൾ രോഗം ബാധിതനായി. ഒരുപാട് കാര്യങ്ങളുണ്ട്. സദഖയുണ്ട്, പഠനമുണ്ട്, ഹജ്ജുണ്ട്. ഒരുപാട് ആളുകൾ അവർക്ക് ഹജ്ജിന് കഴിവുണ്ടായത് ആ വാർദ്ധക്യകാലത്തൊന്നുമല്ല, പക്ഷേ നീട്ടി വയ്യാത്ത കാലത്ത് ചെയ്യേണ്ടി വന്നു. വലിയ അടങ്ങാറായി, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായി, പരസഹായത്തിന് ആൾ വേണ്ടി വന്നു. അത് നേരത്തെ അങ്ങ് എഴുതിയിരുന്നെങ്കിൽ ആ ബാധ്യത അങ്ങ് തീരുമായിരുന്നല്ലോ. ഇങ്ങനെ തുടങ്ങി രോഗം വരുമ്പോൾ വയ്യാതെയാകുന്ന കാര്യങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് തന്നെ ചെയ്തേക്കുക. പഠനം, ഖുർആൻ പഠനമായാലും ഹദീസ് പഠനമായാലും ഒക്കെ അത് വയസ്സുകാലത്തും ചെയ്യാം.
പക്ഷേ വയസ്സുകാലത്ത് വയസ്സായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നത് അബദ്ധമാണ്. കാരണം വയസ്സുകാലം എന്ന് പറഞ്ഞിട്ടൊരു കാലം ജീവിതത്തിൽ ഉണ്ടാകുമോ, അതല്ല യുവാവായിരിക്കെ തന്നെ പോകുമോ എന്ന് എന്താണ് ഗ്യാരണ്ടി? അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വമിൻ ഹയാത്തിക്ക ലി മൗത്തിക്ക, അഥവാ ഹുദ് മിൻ ഹയാത്തിക്ക എന്നാണ് വമിൻ ഹയാത്തിക്ക എന്ന് പറഞ്ഞത്. നിൻ്റെ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടത് ഇവിടെ നിന്നുണ്ടാക്കുക. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിൻ്റെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ അതേ വർത്തമാനം. അതുകൊണ്ട് തന്നെ പരലോകത്തേക്ക് വേണ്ടതിന് വേണ്ടി അധ്വാനിക്കുക, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അവിടെ ചെന്ന് കരഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഖേദിച്ചിട്ട് കാര്യമുണ്ടാകുകയില്ല എന്നർത്ഥം, അല്ലേ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തത്തിനെ കീഴ്പ്പെടുത്തിയവൻ, എന്നിട്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവൻ. കാരണം ദുനിയാവ് അതിനുള്ളതാണ്. ആത്യന്തിക വിജയം പരലോകത്താണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി പരമാവധി അധ്വാനിക്കുക. അതിൻ്റെ ഇടയിൽ ജീവിക്കണം, ദുനിയാവ് വേണം, സൗകര്യങ്ങൾ വേണം, സമ്പാദിക്കണം, ഭക്ഷണം കഴിക്കണം, ഒക്കെ വേണം. പക്ഷേ അസലിൽ അതിനൊന്നും വേണ്ടിയുള്ളതല്ല. നമ്മൾ സാധാരണ അതിനൊക്കെ പറയൽ, ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിന് വേണ്ടി പറയൽ ഉപജീവനം എന്നാണ്. ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താ? സബ് ആണ്. അതൊരിക്കലും മെയിനാകുകയില്ല. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മെയിനായൊരു കാര്യം വേറെ ഉണ്ട് എന്ന്. അത് യഹലോകത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിച്ച് പരലോകം ശുഭമാക്കുന്നതിന് വേണ്ടിയാണ്. അത് മറന്നുകൊണ്ടുള്ള ഒരു പോക്കും ദുനിയാവിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് വിരക്തിയെക്കുറിച്ച് പറയുന്ന ഈ ബാബിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയതിലൂടെ ഇമാം നബവിയും ഈ ഉപദേശം നൽകുന്നതിലൂടെ ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.